ഏകാന്തതയുടെ ഭാരം പേറി അലയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഈ ആഗമന കാലത്ത്. മനുഷ്യൻ്റെ ആദ്യ സങ്കടമല്ലേ ഏകാന്തത. നീ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ആദത്തിൻ്റെ തുണയായി ഹവ്വായി ദൈവം കൊടുത്തത്. എന്നാൽ അവളുടെ സാമീപ്യത്തിലൂടെ പരിഹരിക്കപ്പെടുന്ന ദുഃഖമായിരുന്നില്ല ആ ഏകാന്തത. ഒരു സ്ത്രീക്കോ അധികാരത്തിനോ അറിവിനോ സമ്പത്തിനോ സൗന്ദര്യത്തിനോ നികത്താൻ കഴിയാത്ത ഒന്നാണത്. ഭൂമിയിലെ യാതൊന്നിനും പരിഹരിക്കാനാകാത്ത മഹാശൂന്യതയാണത്. ദൈവത്തെ കൊണ്ട് മാത്രം പരിഹരിക്കാനാവുന്ന ഒന്ന്. അതുകൊണ്ടാണ് അവിടുത്തെ അറിയുവാൻ ഉൾക്കടമൊരാഗ്രഹം എല്ലാ മനുഷ്യനുള്ളിൽ ഇങ്ങനെ നുരഞ്ഞു പൊന്തുന്നത്. മനുഷ്യഹൃദയത്തിലെ ഈ തീവ്രമായ അഭിലാഷത്തെക്കുറിച്ച് അനേകം പ്രവാചകർ വർണ്ണിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ. ജോയൽ ഇതിനെക്കുറിച്ച് വാചാലനാകുന്നു. വലാക്കിയും ഹോസയായും ജെറമിയായും ദാനിയേലും സക്രിയായും ഒരുപാട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഏശയേക്കാൾ വാചാലരായി ആരും തന്നെ സംസാരിക്കുന്നേയില്ല. ക്രിസ്തുവിൻ്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ആഹാസ് എന്ന രാജാവിൻ്റെ ഭരണകാലത്ത് ദൈവം മനുഷ്യരൊപ്പം വസിക്കുവാൻ വരുന്നുവെന്ന് ഏശയ പ്രവചിച്ചു. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഏശയ 7:14. ദൈവം നമ്മോട് കൂടെ എന്ന അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ എല്ലാ നാമങ്ങളിലും ഇമ്മാനുവേലിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊന്നുമില്ലെന്നേ. കാരണം അത് മനുഷ്യനെക്കുറിച്ചുള്ള ആത്യന്തികമായ ദൈവിക പദ്ധതിയാണ്. അവൻ സ്വർഗത്തിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ നിസ്സഹായതയിലേക്ക് കടന്നു വന്നത് എന്തിനാ? മനുഷ്യരുടെ ചിരകാല ദുഃഖം പരിഹരിക്കാൻ വേണ്ടി തന്നെ. ദൈവം അനാദിയിൽ അങ്ങ് ദൂരെയുള്ള ഒരു പരാശക്തിയല്ലെന്നും നമ്മുടെ കൂടെ ജനിച്ചു വളരാൻ ആഗ്രഹിക്കുന്നവനുമാണുള്ള തിരിച്ചറിവിൻ്റെ പേരാണെന്ന് ഇമ്മാനുവേൽ. നമ്മുടെ ആദ്യ ദുഃഖത്തിൻ്റെ ഏകാന്ത വേദനയുടെ മരുമരുന്ന അവൻ്റെ സാന്നിധ്യം. പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റക്കല്ലെന്നും മുന്നോട്ടുള്ള ഓരോ പദജനങ്ങൾക്കും ഒപ്പം നിഴല് പോലെ കൂടെയുണ്ടെന്നുമുള്ള ആശ്വാസമാണെന്നേ അവൻ്റെ പിറവി. ആകയാൽ ഏകാന്ത ദുഃഖം പേറി തളരുന്നവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്.